അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ പ്രവാചകന്മാരുടെ ഉയരത്തെക്കുറിച്ചുള്ള ഒരു സാധാരണവും വിജ്ഞാനപ്രദവുമായ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആദം നബി, നൂഹ് നബി, ഹൂദ് നബി, മൂസാ നബി, നൂറ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവരുടെ ഉയരം എത്രയായിരുന്നു? ഈ കഥകൾ നമ്മെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല, മൂല്യവത്തായ പല പാഠങ്ങളും പഠിപ്പിക്കും. ആദം നബിയിൽ നിന്ന് നൂറ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉയരം 60 മുഴമായിരുന്നുവെന്ന് പറയുന്നു. അത് ഏകദേശം 27.5 മീറ്റർ. ഓർക്കുക, ഒരു 7 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരമാണ്. സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ മനുഷ്യൻ വളരെ ശക്തനും വലുതുമായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നത് അത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണെന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ തെളിവാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉയരം 10 മുതൽ 15 മീറ്റർ വരെ കണക്കാക്കുന്നു. ഉയരവും ശരീരശക്തിയുമൊന്നും വിശ്വാസത്തെ ഉറപ്പു നൽകുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന തൗഹീദിനെ അദ്ദേഹത്തിന്റെ ജനങ്ങൾ നിരസിച്ചു. ഒടുവിൽ അള്ളാഹു അനുസരണയില്ലാത്തവരെ നശിപ്പിക്കുന്ന വലിയ പ്രളയത്തിന്റെ രൂപത്തിൽ ശിക്ഷ അയച്ചു. നൂഹും വിശ്വാസികളും വലിയ കപ്പലിൽ രക്ഷപ്പെട്ടു. പിന്നീട് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയിലേക്ക് വരുന്നു. ഉയരമുള്ള ആളുകൾക്ക് പേര് കേട്ട ആദ്യ ജനതയിലേക്കാണ് അദ്ദേഹത്തെ അയച്ചത്. ഖുർആനിൽ അവരെ ഉയരമുള്ള കെട്ടിടങ്ങളുള്ള ആളുകളായി അള്ളാഹു വിശേഷിപ്പിക്കുന്നു. ഖുർആനിൽ സൂറത്തുൽ ഫജ്റിൽ ആദ്യ ജനതയെ ഈന്തപ്പനകൾ പോലെ ഉയരമുള്ള ശരീരമുള്ളവരായി വിശേഷിപ്പിക്കുന്നു. അവരിൽ ചിലർക്ക് 20 മീറ്റർ വരെ ഉയരമുണ്ടായിരുന്നു. അവരുടെ ശരീരത്തിന്റെ ശക്തിയിൽ അവർ അഹങ്കരിച്ചു. തങ്ങളുടെ ശരീരം തികഞ്ഞതാണെന്നും അവർക്ക് ദൈവത്തിന്റെ ആവശ്യമില്ലെന്ന് അവർ കരുതി. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ക്ഷമയോടെ പ്രബോധനം ചെയ്യുന്നത് തുടർന്നു. അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കാനും അവനിൽ പങ്കു ചേർക്കാതിരിക്കാനും അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. കുറച്ചുപേർ മാത്രമേ അത് പിന്തുടരാൻ തയ്യാറായൂ. ഒടുവിൽ അള്ളാഹു ശക്തമായ കാറ്റിന്റെ രൂപത്തിൽ ശിക്ഷ അയച്ച് ആദ്യ ജനതയെ നശിപ്പിച്ചു. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയിലേക്ക് വരുന്നു. ശാരീരികമായും മാനസികമായും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അന്നത്തെ ശരാശരി മനുഷ്യരെക്കാൾ 6 മുതൽ 7 അടി വരെ ഉയരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗനെ നേരിട്ടപ്പോഴും അദ്ദേഹത്തിന്റെ ശക്തി പ്രകടമായിരുന്നു. അള്ളാഹുവിന്റെ അനുമതിയോടെ അദ്ദേഹം ഒരു വടി കൊണ്ടു നടന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടൽ പിളർന്ന് ഫിറൗവിന്റെ പിടിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്തു. ശക്തമായ വിശ്വാസവും ശരീരവുമുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വലിയ നേതാവായിരുന്നു. ഒടുവിൽ നാം ഏറ്റവും ശ്രേഷ്ഠനായ നൂറ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരുന്നു. നൂറിന് അനുയോജ്യമായ ഉയരമായിരുന്നു ഉണ്ടായിരുന്നത്. അധികം ഉയരമോ കുറവോ ഉണ്ടായിരുന്നില്ല. നൂറിന്റെ ഉയരം ഏകദേശം 175 സെന്റിമീറ്റർ ആയിരുന്നു. നൂറിന് നല്ല ശരീരവും അനുയോജ്യമായ അംഗലക്ഷണവും ഉണ്ടായിരുന്നു. നൂറിന് എല്ലായ്പ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു ശരീരഭാഷയുമാണ്. വാസ്തവത്തിൽ ശാരീരികമായി ഉയരമുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും നൂറിന്റെ ഉയരമായിരുന്നു ജനങ്ങൾക്കിടയിൽ എടുത്തു കാണിച്ചത്. കൂടുതൽ പ്രത്യേകത എന്തെന്നാൽ അത് നൂറിന്റെ ഉയരം മാത്രമല്ല, സ്വഭാവവുമാണ്. നൂറ് സൗമ്യനും ക്ഷമാശീലനുമായിരുന്നു. ജനങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് നമ്മളോടുള്ള സ്നേഹം അനന്തമാണ്.